അധിപതി കൊമ്പാർന്നുണരണമതി തുമ്പിക്കേറ്റ് കിടന്നതി വിഘ്നങ്ങളെ പോലെ കിടന്നതി കൊമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമതി തുമ്പിക്കേറ്റ് കിടന്നതി വിഘ്നങ്ങളെ പോലെ കിടന്നതി വേദാന്ത പൊരുളിനാരേ അരുവിക്കടൽ കണ്ട കലികാല പ്രഭുവേ കലികാമഞ്ഞി ചെല്ലുമ്പോൾ കർപ്പൂരത്തിലെ കത്തുമ്പോൾ അയ്യപ്പൻ കറകച്ചറിയാനിക്കുമ്പോൾ നെയ്യത്തേരും സ്വാമിക്ക് പാലത്തേരും സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് പമ്പേക്കും സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമതി തുമ്പിക്കേറ്റ് കിടന്നതി വിഘ്നങ്ങളെ പോലെ കിടന്നതി വന്ദനാഥൻ വൻപുരിമേലെ വന്നെഴുന്നെള്ളും മധുരവിളക്കിൽ മഞ്ജുളനാളം നിരുതിരുളാനായി വന്ദനാഥൻ വൻപുരിമേലെ വന്നെഴുന്നെള്ളും മധുരവിളക്കിൽ മഞ്ജുളനാളം നിരുതിരുളാനായി ഗണപതി പാരിന്റെ അധിപതി ബഹുമാന്യ ഗുരുജനങ്ങൾക്കും അഭിമന്യ കലാസ്നേഹികൾക്കും കൊല്ലം KR തിയേറ്റേഴ്സിന്റെ ഹൃദ്യമായ സ്വാഗതം. കലയുടെയും കാലത്തിന്റെയും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പകർന്നു കിട്ടിയ അവതരണ സങ്കേതങ്ങളെ രംഗാവിഷ്കാരത്തിന്റെ പുതുമയിൽ അരങ്ങിൽ ആസ്വാദനത്തിന്റെ വിസ്മയ വർഷങ്ങൾ ചൊരിഞ്ഞ കൊല്ലം KR തിയേറ്റേഴ്സ് മുൻകാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ദൃശ്യ വിരുന്നിന് യവനിക ഉയർത്തുന്നു. വ്യാസഭാരതത്തിന്റെ വിശാലതയിൽ നിന്നും വ്യാസമുനി ബോധപൂർവം കുറിച്ചിട്ടുള്ള മനനങ്ങളിൽ ശ്രേഷ്ഠമായ ഒരു ഭാഗം അടർത്തിയെടുത്ത് ഇന്നത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ഞങ്ങൾ ഒരു അസ്ത്രം തൊടുക്കുന്നു. പുരുവംശം. കൊല്ലം KR പ്രസാദ് പുരുവംശത്തിന്റെ ഈ ധന്യമായ വേദിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആദരപൂർവം ക്ഷണിക്കുന്നു. അത്രമഹർഷിക്ക് അനസൂയ എന്ന ഭാര്യയിൽ നിന്നും ചന്ദ്രനും ദുർവാസാവും ദത്താത്രേയ മുനിയും ജനിച്ചു. അവരിൽ ചന്ദ്രനിൽ നിന്ന് ബുധനും, ബുധനിൽ നിന്ന് പുരൂരവസും, പുരൂരവസിൽ നിന്ന് ആയുസ്സും, ആയുസ്സിൽ നിന്നും
നഹുഷൻ എന്ന പുത്രനും ജനിച്ചു. ഭാരതകാന്ഡം മുഴുവൻ കീഴടക്കിയ നഹുഷൻ ഒരിക്കൽ ദേവലോകം സന്ദർശിച്ചപ്പോ ദേവേന്ദ്രന്റെ പത്നി ഇന്ദ്രാണിയെ കാണാനിടയാണ്. ഇന്ദ്രാണിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന നഹുഷൻ ഇന്ദ്രാണിക്ക് വേണ്ടി ദേവലോകം ആക്രമിച്ചു. ദേവലോകം കീഴടക്കി ദേവേന്ദ്രനെ പരാജയപ്പെടുത്തിയ നഹുഷൻ ഇന്ദ്രാണി തന്റെ ഭാര്യയായിരിക്കണം എന്നാവശ്യപ്പെട്ടു. തന്റെ ഭർത്താവിനെ തോൽപ്പിച്ച് ദേവലോകം കീഴടക്കി തന്റെ ഭാര്യയാക്കാൻ ശ്രമിക്കുന്ന നഹുഷന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഇന്ദ്രാണി തീരുമാനിച്ചു. സപ്തർഷികളെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ച് ആ പല്ലക്കിലേറി വന്നാൽ ആ നഹുഷന്റെ വധുവായിരിക്കുമെന്ന് ഇന്ദ്രാണി പറഞ്ഞു. നഹുഷൻ ഇന്ദ്രാണിക്ക് വേണ്ടി എന്തിനും തയ്യാറായി. സപ്തർഷികളെ കൊണ്ട് ബലമായി പല്ലക്ക് ചുമപ്പിച്ച് ഇന്ദ്രാണിയോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ട് നഹുഷ മഹാരാജാവ് ദേവലോകത്തേക്ക്